ഏറ്റവും നല്ല സമയം രാത്രിയാണ്, പകലല്ല എന്ന് പറയുക. 2, വിശന്നിരുന്നുകൊണ്ട് ദേവി ആരാധിക്കരുത്, പശി അരുത് എന്ന് പറയും. വിശന്നിരുന്നുകൊണ്ട് ആരാധിക്കേണ്ട. 3, എന്നെ കൊണ്ട് ഒന്നും കൊള്ളില്ലേ എന്ന് പറഞ്ഞ് ആരാധിക്കേണ്ട. ഞാനൊരു കഴിവില്ലാത്തവനാണ്, ഞാനൊരു ഭീരുവാണ്, എനിക്ക് ഒന്നിനുള്ള കഴിവില്ല, അങ്ങനെ പറഞ്ഞിട്ടും ദേവി ആരാധിക്കാൻ പാടില്ല. വീരഭാവത്തിൽ വേണം ആരാധിക്കാൻ. ഈ 4ാമത്തൊന്നുണ്ട്, അതിന്റെ പേര് പറയരുത് എന്നാണ്. പശിയരുത്, പകലരുത്, പറയരുത്, പശു അരുത്, 4 അരുതുകളാണ് പറയുക. അതിൽ ഈ പറയരുത് എന്നുള്ള സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പറയരുത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്ന്, ദേവി ആരാധിക്കേണ്ട സമയത്ത് പല അനുഭവങ്ങളും ചിലപ്പോൾ ഉണ്ടാവും. അതൊക്കെ നാട്ടിൽ കൊട്ടി ഘോഷിച്ച് നടന്ന് പറയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇപ്പൊ ഗുരുവായൂരപ്പനെ ആരാധിക്കുന്ന 2 ദിവസം നാരായണീയം വായിക്കുമ്പോഴേക്കും തുടങ്ങും, ഞാൻ മൈപ്പിൽ കാണാൻ തുടങ്ങി വ്യാസൻ, സന്തോഷം. ഞാൻ രാത്രി കിടക്കുമ്പോൾ ഓടക്കോളിൽ കേൾക്കാൻ തുടങ്ങി, ആയിക്കോട്ടെ. അത് നിങ്ങളുടെ സന്തോഷമായിട്ട് എൻജോയ് ചെയ്യുക, അല്ലാണ്ട് അത് കൊട്ടി ഘോഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്തോ ഗ്രേഡ് കൂടുന്നില്ല. ആർക്കെങ്കിലും അങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പത്തോടെ നിർത്തിക്കൊള്ളുക, നാട്ടുകാരോട് പറച്ചിൽ. അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ അതിന് വേറെ രീതിയിൽ ഇന്ററപ്റ്റ് ചെയ്യും. അയാൾ പല കേൾക്കാത്ത ശബ്ദവും കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കണമെന്നൊക്കെ പറയും. വെറുതെ എന്തിനാണ്? അപ്പൊ അകത്ത് കാണുന്നത് പുറത്ത് പറയരുത്. അപ്പൊ മൂകാംബികയിലൊക്കെ ശാന്തി എടുക്കുന്ന ആൾക്കാരെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നേ, അകത്ത് കാണുന്നത് പുറത്ത് പറയരുത്, പല അനുഭവങ്ങൾ. അതുകൊണ്ട് അവരൊന്നും പറയാത്ത. അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു അതിന്റെ വേർഷൻ പറയരുത് എന്നുള്ളത് കൊണ്ട്, ദേവിയെ ആരാധിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു കുടുംബക്ഷേത്രമാണെങ്കിൽ ആ കുടുംബക്ഷേത്രത്തിൽ ദേവിയെ ആരാധിക്കുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് നോട്ടീസ് അടിച്ച ആൾക്കാരോട് പറയേണ്ട ഒരു ഉത്തരവാദിത്വവും അത് നോക്കി നടത്തുന്ന ആൾക്കാർക്കില്ല. അതുമായിട്ട് ചുറ്റുവട്ടത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ് തിരിച്ചു ചോദിക്കുക എന്നാണ് പൂജ എന്നുള്ളത്. ഞാൻ പറഞ്ഞ ഉദ്ദേശം മനസ്സിലായല്ലോ അല്ലെ? എല്ലാരോടും ഇന്ന് ഇങ്ങോട്ട് വരണമെന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടാൽ യാതൊരു ഉത്തരവാദിത്വവും അത് നോക്കി നടത്തുന്ന ആൾക്കാർക്കില്ല. നമ്മളുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ നാട്ടിലെ ക്ഷേത്രത്തിൽ ഏതൊക്കെ ദിവസങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് അങ്ങോട്ട് ചോദിക്കുക എന്നുള്ളത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അല്ലാതെ എന്നെ എന്റെ ഏട്ടൻ കുടുംബക്ഷേത്രത്തിലെ പൂജയ്ക്ക് വിളിച്ചില്ല എന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ പോയ ആൾക്ക് പോയി, അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന് ഒരു ബാധ്യതയില്ല നിങ്ങൾ അറിയിക്കണം എന്നുള്ളത്. ആയിക്കോട്ടെ, ഒരു ബാധ്യതയില്ല. നമ്മളുടെ ബാധ്യതയാണ് നമ്മളുടെ ക്ഷേത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് അന്വേഷിക്കുക എന്നുള്ളത്. അത് വേണ്ട രീതിയിൽ നിങ്ങൾ ചെയ്യണം എന്നൊരു അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുണ്ട്. 2, ഈ വൈശാഖ മാസം സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന തരത്തിലുള്ള നാമജപോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സപ്താഹമൊക്കെ കഴിഞ്ഞെങ്കിലും ഇവിടെ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നു. അമ്പലത്തിനകത്തിന് ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട്. അല്പസമയം രാവിലെ വന്ന് സഹസ്രനാമോ എന്താണ് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ജപിക്കുക. 3, ഈ ക്ഷേത്രത്തിന്റെ ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം കണ്ടത് അകത്ത് പോയപ്പോൾ ദശാവതാരങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് അല്ലെ? ഇനി ഞാൻ മനസ്സിലാക്കുന്നത് ഭഗവാന്റെ ജീവിത കഥ നമുക്ക് ചുറ്റമ്പലത്തിലും മറ്റു ഭാഗങ്ങളിലൊക്കെ ഇട്ട് ആലേഖനം ചെയ്യാം.